അതുകൊണ്ട് കളഞ്ഞല്ലോ. ഒരു മൂടില്ല പത്രട്ടാ. എടാ പ്രിയ അങ്ങനെ ആഗ്രഹിച്ചെങ്കിൽ തന്നെ എന്താണ് തെറ്റ്? ഇപ്പോഴും ഇത്തിരി ബുദ്ധിമുട്ടിയാലും മനു നാളെ എവിടെയെങ്കിലും എത്തുമല്ലോ. ഇന്നത്തെ കാലത്ത് പഠിപ്പ് തന്നെയാണ് പ്രധാനം. ഏതായാലും നീ കാശ് മുടക്കാൻ തയ്യാറാണല്ലോ. അങ്ങനെയാണെങ്കിൽ പറ്റിയൊരു പാർട്ടിയുണ്ട്, സെക്രട്ടേറിയറ്റിലെ സിബി. നമുക്ക് അവനെ ഒന്ന് മുട്ടി നോക്കിയാൽ. തള്ളു സിബി. അവനൊന്നും വേണ്ട, പോകാൻ പറ. നമുക്ക് വേറെ വഴി നോക്കാം. ഈ അറ്റൻഡർമാരെ പിയൂണും അങ്ങനെ മതിയാവുക. അങ്ങനെയാണ് എനിക്ക് പിടിപാടുണ്ട്. എടാ അവനൊക്കെ വിചാരിച്ചാൽ വല്ല കാര്യവും നടക്കുമോ? പിന്നില്ലേ, അവന്മാരല്ലേ അവിടുത്തെ കാര്യങ്ങൾ മൊത്തം നടത്തുന്നത്. എന്നാലും ഈ സ്കൂളിലെ പ്യൂണിനെയും അറ്റൻഡറൊക്കെ കാണാന്ന് പറഞ്ഞാ ഞാൻ പോയില്ല. മതിലിന്റെ വലിപ്പം കണ്ടിട്ട് ഒടുക്കത്തെ ഡൊണേഷൻ ആയിരിക്കും. എന്താ അവിടെ? അഡ്മിഷന്റെ. അഡ്മിഷനോ? അതിന് കള്ളന്മാരെ പോലെ പതുങ്ങി വരുന്ന എന്തിനാ? സോറി, വലതുവശത്താ ഓഫീസ്. അറ്റൻഡർമാരൊക്കെ എവിടെ ഇരിക്കും? അറ്റൻഡർമാരോ? അതെന്തിനാ? അല്ല, ഈ വഴിക്ക് പോയപ്പോ വെറുതെ സുഖാണോ? ആ ഓഫീസിൽ എന്ന് ചോദിച്ചാൽ മതി, അവിടെ നിന്ന് അറിയാം. അവിടെ ശരി. അയ്യോ, ഹലോ, നീ വന്നേ. ഗുഡ് മോർണിംഗ് സാർ. എന്താ? ഞാനിവിടെ സ്കൂളൊക്കെ ഒന്ന് കാണാനായിട്ട്. കാണാനോ? ഇതെന്താ മ്യൂസിയം ആണെന്ന് വിചാരിച്ചോ? നല്ലതാണോ എന്നറിയാൻ. എന്ത് നല്ലതാണെന്ന്? സ്കൂളേ. അല്ല, നിങ്ങളെ ആരെയും ഇങ്ങോട്ട് കടത്തി വിട്ടത്? അശ്വിൻ. അശ്വിൻ? ഫാദർ അരവിന്ദ്. ഫാദർ അരവിന്ദ്? പ്രിയ മെഡിക്കൽസ്. മെഡിക്കൽസ്. ഇതെന്താണോ, ഇത് ഹോസ്പിറ്റലാണെന്ന് വിചാരിച്ചോ? നല്ലതാണെന്ന് പറയാം. സാർ ഇവിടുത്തെ അറ്റൻഡർ ആണല്ലേ? അല്ല, ആണെങ്കിൽ എന്താ? നന്നായി, ഞാൻ നോക്കിയിരിക്കുന്നു. ആരോടാ ചോദിക്കേണ്ടതെന്ന് അറിയാതെ. എന്ത് ചോദിക്കാൻ? സാറിനെ കാണാനേ വന്നാ. എന്തിനു? ഒരു കാര്യം. എന്ത് കാര്യം? അല്ല, ഇങ്ങനെ എല്ലാവരെയും മുമ്പിൽ വെച്ച് അത് എന്താണോ? നമുക്ക് ആ ടോയ്ലറ്റിൽ നിന്ന് പോയാലോ? അതല്ല, ചെറിയൊരു സാധനം. എന്ത് സാധനം? ഡൊണേഷൻ. ഡൊണേഷൻ വാങ്ങിയിട്ട് മോൻ്റെ അഡ്മിഷൻ ഒന്ന് ശരിയാക്കി തരണം. വാട്ട് നോൺസെൻസ് ആർ യു സേയിങ്? അല്ല, ഇവിടെ പ്രശ്നമാണെങ്കിൽ സാർ വീട്ടിൽ അഡ്രസ് തരാണെങ്കിൽ ഞാൻ വീട്ടിലെത്തിച്ചേരാം. സെക്യൂരിറ്റി പുള്ളിയുടെ കയ്യിൽ കൊടുത്താൽ മതിയോ? ദേ, താൻ ഇവിടുന്ന് പോന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണം? വേണ്ട, ഡൊണേഷൻ വേണമെങ്കിൽ കൈക്കൂലിട്ട് തരാം. സെക്യൂരിറ്റി എങ്ങനെയെങ്കിലും ഒന്ന് പ്ലീസ്. ചുറ്റി കളിക്കുന്നേ സാറിനോട് പറഞ്ഞ് ശരിയാക്കി തരും. ഒന്നും പറയണ്ട. ചേട്ടൻ വിചാരിച്ചാൽ നടക്കും. ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. വെളി പോയേ, വെളി പോടോ. ബൈക്ക് എവിടെ ഇരിക്കണേ? അതെ, പുളിമൂട് ജംഗ്ഷനിലെ ഒരു കുമാർ ടൈലറിംഗ് യൂണിറ്റ് ഉണ്ട്. അവിടെ ചെന്ന് ടൈലർ കുമാറിനെ കണ്ടാൽ മതി, പുള്ളി ശരിയാക്കി തരും. അഡ്മിഷന്റെ കാര്യമല്ലേ? അല്ല, ആര് പറഞ്ഞു? ഹോളി സയൻസിലെ പീറ്റർ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ? ചെല്ലു. ശരി, താങ്ക് യു പീറ്റർ. യെസ് ടിന. ഹലോ, ഞാൻ പ്രിയ ആണ്. ഗ്ലോബൽ ഇമിഗ്രേഷനിലെ ലിസി പറഞ്ഞിട്ട്. ഓ ഓക്കെ, അതെ, എൻ്റെ മോന് ഇംഗ്ലീഷ് ട്യൂഷൻ എടുക്കുന്നതിന് വേണ്ടി. ബട്ട് ടൈമാണ് പ്രശ്നം. ഇപ്പൊ തന്നെ ഫുള്ളി പാക്ഡ് ആണ് സ്കെഡ്യൂൾ. പിന്നെ മിസ് ലിസി ഒരുപാട് നിർബന്ധിച്ചിട്ടാ. അല്ല, ഇടയ്ക്കെപ്പോഴെങ്കിലും ഒരു ഇത്തിരി സമയം മതി. ഓക്കെ, വീക്ക്ലി ട്വൈസ് ആക്കാം. ട്യൂസ്ഡേ ടു തേഴ്സ്ഡേ ഈവനിങ് 5:30 to 7. അയ്യോ, 5:30യോ? അത് ഞാൻ മനുവിനെ കളിക്കാൻ വിടുന്ന സമയമാ. കളിക്കാനാ ഈ പ്രായത്തിലാ? വേറെ സമയത്തൊന്നും ഞാൻ ഫ്രീ അല്ല. അത് പ്രശ്നമല്ല, 5:30 ഓക്കെ. ഫോണിൽ ചോദിക്കുന്നോണ്ട് ഒന്നും വിചാരിക്കരുത്. ഫീസ് എത്രയാവും? മന്ത്ലി 1500. വീക്ക്ലി 3 hour ക്ലാസ്. എന്തൊക്കെയാ പഠിപ്പിക്കുന്നത്? നോർമലി പേരൻസ് എന്നോട് പറയുന്നത് ഞാൻ കുട്ടികളോട് വെറുതെ സംസാരിച്ചാൽ മതി എന്നാണ്. പിന്നെ അവർ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസ് തന്നെ ഇംഗ്ലീഷ്. ആൽഫബറ്റ്, നമ്പേഴ്സ്, ഇതൊക്കെ ഞാൻ ശരിയാക്കി തരാം. ഈ ട്യൂസ്ഡേ തുടങ്ങാലോ അല്ലേ? ഓഫ് കോഴ്സ് മാം, ഓഫ് കോഴ്സ്. അഡ്രസ് ഒന്ന് വാട്സാപ്പ് ചെയ്തേക്കൂ. ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യാം. ഓക്കെ. താങ്ക് യു.
അംബാനിക്കാരെ സീറ്റ് കൊടുക്കാത്ത? അംബാനി അല്ലേ മോളെ? ഒന്ന് ബ്രേക്ക് കൊടുത്തു. എന്താ പറഞ്ഞേ? ഓ, തമ്പാൻ, പൂർണിമ തമ്പാൻ. ഞാനും വിചാരിച്ചേ അംബാനിക്കൊക്കെ ഈ ഗതി വന്നല്ലോ എന്ന്. ചേട്ടാ, അതൊക്കെ ഈ കുമാർ സാറ് ആ ഫോണിൽ സംസാരിക്കാൻ സ്കൂളിലാണ് പഠിക്കുന്നത്. പൂർണിമയ്ക്ക് ചേച്ചിയുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ അഡ്മിഷൻ വേണം. അത്രയല്ലേ ഉള്ളൂ? നമുക്ക് നോക്കാന്നേ. ഫോം നമ്പർ പറയൂ. 321. ഓൾ റൈറ്റ്, ഐ വിൽ ട്രൈ. ഞാനല്ലേ പറയുന്നേ. നിലവിലുള്ള റേറ്റുകൾ ഞാൻ പറയാട്ടോ. സെൻറ്റ് ജോൺ 6, വിദ്യാശില്പ് 7, ഹോളി സെയിൻസ് 5, ബ്ലോസംസ് 6. മൂത്ത കുട്ടി അവിടെ പഠിക്കുന്നുണ്ടെങ്കിലോ ബന്ധുക്കൾ ആരെങ്കിലും ടീച്ചേഴ്സ് ആയിട്ടുണ്ടെങ്കിലോ 2 കുറയും. അങ്ങനെയൊന്നുമില്ലേ? പള്ളിയിൽ വല്ല പിടിപാടുമുണ്ടോ? അയ്യോ, ഇത് പള്ളി മാറിപ്പോയി. സാരമില്ല, കാശുണ്ടല്ലോ. അത് മതി, അത് മതി. എന്ത്, സിംഗിൾ പേരന്റോ? അയ്യോ, എങ്ങനെ മരിച്ചു? ഓ, കളഞ്ഞിട്ട് പോയതാണോ? then it's not a problem. അതൊരാളെ നമുക്ക് വാടകയ്ക്ക് എടുക്കാം. ഞാനല്ല, ഞാൻ വേറെ ആളെ അറേഞ്ച് ചെയ്യാം. ഡോണ്ട് വറി. ഹാപ്പി ഫാമിലിയാണെന്ന് നമുക്ക് തോന്നണം, അത്രയേ ഉള്ളൂ. അതൊക്കെ ഞാൻ അഡ്മിഷൻ വാങ്ങി തന്നിട്ട് പറയാം. ഇത് കൂടുതലൊരു സേവനമായിട്ടാണ് ഞാൻ കരുതുന്നത്. ശരി, ഓക്കെ. നമസ്കാരം സാർ. എന്താ സാർ? ഞാൻ പീറ്റർ പറഞ്ഞിട്ട് വരാ, ഹോളി സയൻസിലെ. ഓ, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. വരൂ. 1-2 സ്കൂളൊക്കെ നോക്കി, ഒന്നും ശരിയായില്ല. നിങ്ങളുടെ കുട്ടിക്ക് ABCD 1 to 10 ഒക്കെ എഴുതാൻ അറിയോ? അറിയാം സാർ. എന്റെ മോനും അറിയാം. ആയിരിക്കുന്ന അജിത് സാറില്ലേ, പുള്ളിക്കാരന്റെ മോനും അറിയാം ABCD 1 to 10 ഒക്കെ. അപ്പോൾ പിന്നെ നമ്മൾ ഈ കുട്ടികളെ എങ്ങനെ വേർതിരിക്കും? സെയിം ബുദ്ധി, സെയിം പ്രായം, സെയിം IQ, എല്ലാം സെയിം. പിന്നെ ഒരു കാര്യം, അച്ഛനമ്മമാർ എന്ത് ചെയ്യുന്നു എന്നാ. പാരൻസ് അവരുടെ സാമ്പത്തിക നിലയും എഡ്യൂക്കേഷനും ഇരിക്കും. സാറേ, ഈ ലോഗോ ഇടത് സൈഡിലല്ലേ? അയ്യോ, ലേബിൾ ഇടതുവശത്തല്ല, ഈ കൊല്ലം മുതൽ വലതുവശത്ത് വെക്കാനല്ല ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ പേരൻസ് കഴിഞ്ഞ കൊല്ലത്തെ യൂണിഫോം തന്നെ ഈ കൊല്ലം കുട്ടികൾക്ക് ഇട്ട് കൊടുക്കും. നമുക്കും ജീവിച്ചു പോണ്ടേ. സാറിന്റെ പേര് വിട്ടുപോയല്ലോ. അരവിന്ദ് ടി പി. ഓക്കെ. അരവിന്ദ് മാഷ വണ്ടി ഏതാ? വണ്ടി ബൈക്കാണ് സാർ. TVS സ്റ്റാർ സിറ്റി. TVS. അത് സാറിന്റെ? BMW 5 Series. 5 Series. മൊബൈൽ ഫോൺ ഏതാ? വീഡിയോകോൺ പ്രീപെയ്ഡ്. സാറിന്റെ? iPhone 6 Plus. 6 Plus. ഏതെങ്കിലും ക്ലബിൽ മെമ്പർ ആണോ? ശാരദ ആർട്ട് ആൻഡ് സ്പോർട്സ് ക്ലബ്. എവിടെയത്? നെല്ലിമൂട്. സാർ ഏത് ക്ലബിലെ മെമ്പർ? മെട്രോപൊളിറ്റൻ. അവസാനമായിട്ട് എവിടെയാ ടൂർ പോയത്? കുറ്റാലം. അന്ന് ധാരാളം വെള്ളമൊക്കെ ഉണ്ടായതുകൊണ്ട് കുളിക്കാനൊക്കെ പറ്റി. നന്നായി. ഇപ്പൊ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ പഴനിക്ക് പോകണം. ഓ, പോയിക്കോളൂ. സാർ എവിടെയാ ടൂർ പോയത്? സിംഗപ്പൂർ, ബാങ്കോക്ക്. നമ്മുടെ ബിസിനസ് എന്താ? ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, പ്രിയ മെഡിക്കൽസ്. ഈ അജിത് സാറിന് AC ഷോറൂമാണ്. ഇദ്ദേഹം മോളുടെ സ്കൂളിന് 20 AC ആണ് ഡൊണേറ്റ് ചെയ്തത്. നമ്മുടെ ജോൺ സാറില്ലേ, കൊട അദ്ദേഹം കൊട കമ്പനിയിൽ നിന്ന് എല്ലാ കുട്ടികൾക്കും ഓരോ കൊട കൊടുത്തു. അതുപോലെ നിങ്ങളും എന്തെങ്കിലും ചെയ്യണം. എല്ലാ പിള്ളേർക്കും ഒരു ഫ്രീ വാക്സിനേഷൻ കൊടുത്താലോ? അയ്യോ, എൻ്റെ ഒരു ചെറിയ കടയാണ് സാർ, ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് പൂട്ടിപ്പോവും. എൻ്റെ മാഷേ, നിങ്ങൾക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണം, തട്ടുകാരുടെ പൈസ കൊടുക്കാനേ പറ്റുള്ളൂ. എങ്ങനെയാ ശരിയാവുക? അല്ല, അത് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി. മാഷ് ഒരു കാര്യം ചെയ്തോളൂ, ക്യാഷ് അറേഞ്ച് ചെയ്യും, ബാക്കി കാര്യം ഞാനേറ്റു. സാറിൻ്റെ ഫീസ്? അയ്യോ, അത് വിട്ടേക്കൂ. ഇതൊക്കെ ഒരു ജനസേവനല്ലേ, അല്ലേ സാറേ? ഞാൻ ഈ അഡ്മിഷൻ സിസ്റ്റത്തിന്റെ ഒരു കൊച്ചു അഭ്യുതകാംക്ഷി മാത്രം. സാറിനോട് ചോദിച്ചാൽ മതി, അല്ലേ സാറേ? അവിടെ ചോദിച്ചാൽ. മാമി ഫോണിന്റെ അടുത്ത് തന്നെയാണല്ലേ? ശ്രീനി ഇന്ന് വിളിക്കും. 2 വാട്ടി ബെല്ലടിച്ചിട്ട് എടുത്തില്ലെന്നാ, പിന്നെ അവൻ വിളിക്കാതെ. മാമി, ഇത് മാമിക്കുള്ളതാ, പ്രഷറിന്റെ. ഇത് സാമി അങ്കിളിന്. പൈസയെല്ലാം ரொம்ப ജാസ്തിയാச்சு. இப்பவே 5 month പെൻഡിങ് ആച്ചില്ലയാ? എന്താ മാമി? கொஞ்ச நாளா ஸ்ரீனி வெரி பிஸி. அக்கௌண்ட் ட்ரான்ஸ் பண்றதுக்கு டைம் கிடைக்கல. അതൊന്നും മാമി കാര്യമേ ആക്കണ്ട. മരുന്ന് കൃത്യമായി കഴിച്ചാൽ മതി. അരവിന്ദേട്ടൻ പ്രത്യേകം പറഞ്ഞതാ. ഉക്കാറുങ്കോ, കോഫി. അയ്യോ മാമി, ഇപ്പൊ വേണ്ട. മനു ട്യൂഷൻ ടീച്ചറിന്റെ കൂടെയാ. ഞാൻ ചെല്ലട്ടെ. No way, never. This is it. I'm single. Let the whole world know. ഇനി ഞാനും നീ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. My status is changed. Tina is single. Period. ഒരാവശ്യത്തെ കാര്യം പറഞ്ഞ മനുഷ്യനെ ഉപദ്രവിക്കണം. മനു എവിടെ പോയി? മനു ബാത്റൂം പോയി. I'll call you later, okay? മനു.
മനു മനു എവിടെ? ഇവിടെയൊന്നുമില്ലല്ലോ. ഈശ്വരാ. മാമി, എന്നമ്മാ? മനു ഇവിടെ വന്നോ? ഇല്ലയേ. അയ്യോ, മുകളിലില്ല. താഴെ നോക്കട്ടെ. രവി ചേട്ടാ, മന ഇങ്ങോട്ട് വന്നോ? ഒരു മിനിറ്റ്. ഇല്ല മോളെ, അങ്ങോട്ടില്ല. എന്ത് പറ്റി? അല്ല, ഒന്നുമില്ല. മനു, അമ്മ എവിടെയൊക്കെ നോക്കി നിന്നെ? ഒറ്റയ്ക്ക് പുറത്ത് പോരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ ബാൽക്കണിയിൽ നിന്നപ്പോ ഒരു വലിയ സ്ഥലം സ്പീഡിൽ പോയി. ഇപ്പൊ അതിനെ കാണുന്നില്ല. എവിടെയാ? അത് വാൽനക്ഷത്രമായിരിക്കും മോനെ. ഞങ്ങളുടെ സ്റ്ററിനും വാലുണ്ടായിരുന്നു. ആണോ? ഈ നക്ഷത്രത്തിന് എന്താ വാലില്ലാത്തേ? സ്റ്റാർസ് അങ്ങ് ദൂരെയല്ലേ? ചില സ്റ്റാർസിന്റെ ചെറിയ കഷ്ണങ്ങള് പൊട്ടി ഭൂമിയിലേക്ക് വീഴും. അങ്ങനെ വീഴുമ്പോ തീ പിടിച്ച് കത്തുന്നതാ നമുക്ക് വാല് പോലെ കാണുന്നത്. അപ്പൊ എന്റെ തല വീഴുവോ? ഒന്ന് പോടാ, അങ്ങനെയൊന്നും വീഴില്ല. മനു ഇവിടെ വന്ന് നിക്ക. ടോയ്ലറ്റിൽ പോയി വരാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ടെൻഷനിലായെന്നറിയോ? എത്ര തവണ ചോദിക്കുന്നു ഏത് കളറാണെന്ന്. അപ്പോഴൊക്കെ ഫോണിലല്ലാന്നോ? ടീന, ഇനി ഞാൻ മനുവിനെ പഠിപ്പിച്ചോളാം. സത്യം പറഞ്ഞ മനു ഭയങ്കര റെസ്റ്റ്ലെസ്സാ. അവനെ എനിക്ക് മാത്രമേ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ നാളെ മുതൽ ടീന വരണമെന്നില്ല. അയാള് വണ്ടിയിലിരുന്നേ ഫോണിന് ഭാര്യയെ വിളിച്ച് സ്കൂളിലെ അഡ്മിഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. പിന്നെ കിണ്ടി ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലായി. വിദ്യാഗുരുവിൽ തന്നെയല്ലേ? അതെ 10 മണിക്ക് ആപ്ലിക്കേഷൻ ഫോം കൊടുത്ത് തുടങ്ങത്തുള്ളൂ. പക്ഷേ ക്യൂ വെളുപ്പിന് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ വണ്ടി കയറിയ ആൾ ക്യൂ നിൽക്കാൻ വന്നതാ. ആദ്യം ഫോം വാങ്ങുന്ന 50 പേരെ എന്തായാലും ഇന്റർവ്യൂവിന് വിളിക്കുന്ന അങ്ങേര് എന്നോട് പറഞ്ഞതേ. നമ്മൾ ലേറ്റ് ആവോ? ഇല്ല, ഞാൻ ഷഫീഖിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ ഇപ്പോൾ എത്തിക്കാം. ക്യൂ കിടക്കുന്ന കിടാണ്ട. വായി നോക്കി എവിടെയാണോ? നിങ്ങളുടെ മോന് വേണ്ടിയല്ല. അല്ല, ഞാൻ ബാച്ചിലറാ. അപ്പൊ പിന്നെ ഞങ്ങളെ തറവാട്ടില് 3 കുട്ടികളെ വീതം ഓരോ കൊല്ലം സ്പോൺസർ ചെയ്യുന്നുണ്ട്. അതിലൊരു കുട്ടിക്ക് വേണ്ടിയിട്ടാ. തെണ്ടി അവിടെ ഒന്ന് വളയ്ക്കുക. വളച്ചത് മതി. കട ഓർക്കും. അല്ല, ഞാൻ കുഴപ്പമില്ല, ഞാൻ തയ്യാറായിട്ട് വന്നാ. അപ്പൊ കട ആരും ഓർക്കും. ചെല്ലട വേഗം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി 10 ദിവസം വരെ വരിക്കാൻ തയ്യാറാ. ചെല്ലട വേഗം. ചെല്ലത്തിൽ ഇടപെടും. ക്യൂ നിൽക്കാൻ എത്ര കൊതി. ഞാൻ ഇനിയും വരും. കൊടുത്തു തുടങ്ങിയല്ലോ അല്ലേ? ഇല്ല, ഇല്ല അല്ലേ? ഇതുവരെ കൊടുത്തിട്ടില്ല. വെളുപ്പിനെ വന്ന് നിന്നതാ. ഇനി എപ്പോ കൊടുക്കോ? ഒന്ന് പിടിച്ച്. അയ്യോ, എന്ത് പറ്റി? കുറച്ച് വെള്ളം കൊണ്ടുവരോ? ഒന്ന് പിടിച്ചേ. ഓട്ടോ എടുക്ക ചേട്ടാ. നീ ക്യൂ നിൽക്കടാ. അത് കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വന്നിട്ടോ. അവിടെ നല്ല ട്രീറ്റ്മെന്റ് കിട്ടും. കിടന്നുറങ്ങടാ. വാങ്ങിക്കോ എന്റെ കയ്യിന്ന്. അവന്റെ ഒരു അച്ഛൻ, എന്റെ ഒരു തലവിധി. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? ഒന്നിനും സമയം, ഒന്നിനും. വഴി കിടക്കുന്ന കിളവന്മാരെ ആശുപത്രി കൊണ്ടുപോകാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. കൂടെ ഉണ്ടല്ലേ കുറെ എണ്ണം. കൊള്ളാം. മുലാളി, എന്തെങ്കിലും ഒരു താക്കോല് ഉത്തരവാദിത്തം തരാൻ വേണ്ടേ? വന്നതാ. എന്റെ കാര്യം പോട്ടെ. ഓർത്തോ? ഞാൻ നാളെ വരെ ലേറ്റ് ആവും. ഞാൻ നാളെ പീടിയിൽ കാര്യം കൂടി വെക്കേണ്ടി വരുമോ? ഇത്രയും നേരം ഞാൻ വായിട്ട് അലച്ചിട്ടും എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കൂടെ മനുഷ്യൻ നിങ്ങൾക്ക്? ഷഫീക്ക് താക്കോല് തരാൻ വന്നാ മോളൂ. അതിനെന്താ ഞാൻ തലയും കുത്തി നിൽക്കണോ? നിങ്ങൾ ആയുസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. പോട്ടെ. അതോ വിട്ടുകൊടുങ്ങാണ്ട് കഴിച്ചിട്ടായി. ഇവിടെ വീട് തല്ലി പൊളിക്കുന്നത് തോന്നണം. മോന്റെ ശബ്ദമൊന്നും കേൾക്കാനില്ല ദൈവമേ. അവൻക്ക് ഇവിടെ ആരെങ്കിലും പനി പിടിച്ച് ചാവാൻ കിടന്നാ സ്വന്തം കടയിൽ സാമ്പിൾ മരുന്ന് കൊണ്ടുതരും. കാണാനില്ലല്ലോ. ആ, ഇനി അതിന്റെ അകത്തേക്ക് കയറി നോക്ക്. നിധി വല്ലതും കിട്ടിയാലോ? മോന്റെ അഡ്മിഷന് ഡൊണേഷൻ ആയി കൊടുക്കാം. ഇനി അതേ നിവൃത്തിയുള്ളൂ. ആരോട് പറയാനാ? നിങ്ങളെപ്പറ്റി നിധി വല്ലതും കിട്ടിയാലോ എന്ന് പറഞ്ഞപ്പോ വന്നതാ. ഇരിക്കൂ, ഞാൻ ചായ എടുക്കാം. അല്ല, എന്താ ഈ സമയത്ത്? കൂടുതൽ പരിക്ക് പറ്റുന്നതിന് മുമ്പ് ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു വന്നതാ. ഇന്ന് ഫോൺ കൊടുത്ത സ്കൂളിനെതിരെ ചില പരാതികൾ ഉയർന്നിട്ടുണ്ട്. രാവിലെ അവിടെ പൊരിഞ്ഞ അടിയല്ലായിരുന്നോ? ആരോ ഇടയ്ക്ക് കയറാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് ഇതിൻ്റെ എല്ലാം തുടക്കം. ഏതായാലും ഫോം വിതരണം മറ്റൊരു ദിവസത്തേക്ക് മാറ്റി.
ദൈവമേ, രക്ഷപ്പെട്ടു. ഞാനും. നിങ്ങൾ ഇരിക്കേ, കഴിച്ചിട്ട് പോവാം. വേണ്ട വേണ്ട, വീട്ടിൽ അവള് മാത്രമേ ഉള്ളൂ. ഇത് അറിഞ്ഞോടനെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചേ ഉള്ളൂ. പോട്ടെ. ഞാനൊന്ന് തഴവരെ പോട്ടെ. ദൈവമേ, നിങ്ങൾ നടന്നോ, ഞാൻ ഇപ്പം വരാം. പ്രിയ, എന്ത് പറ്റി പവിത്രേട്ടാ? എന്തെങ്കിലും എടുക്കാൻ മറന്നോ? പ്രിയ അരവിന്ദൻ്റെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. അച്ഛൻ അരവിന്ദേട്ട കുട്ടിയായിരുന്നു ഇപ്പൊ മരിച്ചതല്ലേ? അരവിന്ദ് അന്ന് 8ാം ക്ലാസ്സിലായിരുന്നു. നല്ല ആരോഗ്യം ഗ്ലാമറും ഒക്കെ ആയിരുന്നു അരവിന്ദൻ്റെ അച്ഛന്. പുള്ളി ഞങ്ങളുടെ ഒരു ഹീറോ ആയിരുന്നു. ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട്. പെട്ടെന്നൊരു ദിവസം വഴി കുഴഞ്ഞു വീണ അവൻ്റെ അച്ഛൻ മരിച്ചത്. പട്ടാപ്പകലായിരുന്നു. എത്തിക്കാൻ താമസിച്ചു എന്നാ ഡോക്ടർമാർ പറഞ്ഞത്. എന്തോ അന്നാർക്കും സഹായിക്കാൻ മനസ്സ് തോന്നിയില്ല. വരട്ടെ. ഞങ്ങൾ രാവിലെ ഇവിടെ പോയിരുന്നു. അപ്പോഴാ ഇതൊക്കെ. പോട്ടടാ. അവളാകെ ടെൻഷനില്ല. ഈ അഡ്മിഷൻ്റെ കാര്യമൊക്കെ ആയിട്ടേ ദേഷ്യം വരുമ്പോൾ ഓരോന്ന് പറയുന്നേ ഉള്ളൂ. പാവ. ഇനിയും ദേഷ്യം വരാമല്ലോ. നീ ചെല്ല്, പോവാം. അരവിന്ദേട്ടാ, ഞാൻ ഓർത്തില്ല. അഡ്മിഷൻ, സ്കൂള്, ഓഫീസിലെ ലീവ് എല്ലാം കൂടി ആയപ്പോ. അതൊന്നും കുഴപ്പമില്ല. നോ പ്രോബ്ലം. മോൻ ഉറങ്ങിയോടി? ആ, അവൻ ഉറങ്ങി. ആ പ്രിയ, ഞാനാ. ആ ചേട്ടാ, നീ എവിടെ? ഞാൻ മാർക്കറ്റിലാ. എത്ര നാളായി ചേട്ടനൊന്ന് ഫോൺ വിളിച്ചിട്ട്? മൊത്തം തിരക്കിലായിരുന്നു മോളെ. ഫുൾ ട്രാവല്, ഓൾ ഡൺ. ഇനിയിപ്പോൾ നേരെ നാട്ടിലേക്ക്. ഇങ്ങോട്ട് വരുന്നുണ്ടോ? ആ, അതല്ലേ വിളിച്ചത്. സ്ട്രേറ്റ് എയർപോർട്ടിൽ നിന്ന് രാമപുരത്തേക്ക്. ആഞ്ചലയും കാണും കൂടെ. ആ, അവസാനം ഏട്ടത്തിയമ്മയൊന്ന് കാണാൻ പറ്റുമല്ലോ. അളിയനുണ്ടോ വീട്ടില്? അരവിന്ദേട്ടൻ കടയില്ല. ആ ശരി ശരി, ഞാൻ മൊബൈലിലേക്ക് വിളിച്ചോളാം. കുഴപ്പമില്ല. നിങ്ങൾ നാട്ടിലേക്ക് വരുമല്ലോ അല്ലേ? പിന്നെ ഞങ്ങൾ തലേ ദിവസം തന്നെ എത്തും. ശരി എന്നാ. ഓക്കെ, ബൈ ചേട്ടാ. പ്രിയ. സോറി. പോയിക്കോളൂ. അതെ, ഇപ്രാവശ്യം നമ്മൾ നാട്ടിൽ പോയ 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരില്ലേ? ഇത്തവണ എന്താ നാട്ടിൽ പോകാൻ ഒരു സന്തോഷമില്ലാത്ത? സന്തോഷമൊക്കെ തന്നെയാ, പക്ഷെ അവിടെയും പ്രശ്നമാണല്ലോ. എന്ത് പ്രശ്നം? ഭാഷ തന്നെ. ഓ, ഏട്ടത്തിയോ? അതൊക്കെ പോട്ടെ. തനിക്കെന്താ ഇപ്രാവശ്യം നാട്ടിൽ പോകാൻ ഇത്ര വലിയ താല്പര്യം? അത് ചേട്ടൻ വരുന്നുണ്ട്. പിന്നെ സത്യം പറ പ്രിയ, നിനക്ക് അവിടെ പോയിട്ട് ജർമ്മനി അടുത്തേക്ക് കൊണ്ട് മോനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനല്ലേ? തുടങ്ങിയോ? കേട്ടില്ല, അവൻ എത്ര നന്നായിട്ടാ ഇംഗ്ലീഷ് പറയുന്നത്. ശരിയാ, നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത ഇന്റർവ്യൂവിന് ഉറക്കിയിട്ട് കൊണ്ടുപോയാലോ? അമ്മേ വേണ്ടേ? നോ പ്രോബ്ലം. കണ്ണാടി എന്തേ? അത് ആണെങ്കിൽ വേറെ കണ്ണാടി വെക്കണം. വാട്സപ്പ് ഇല്ല, പഴയ ഫോണാ. Hey Angela, he's my brother-in-law, Arvind. Yeah, I know. Yeah. I've seen some photos of you many times. Yeah, Actually. So nice to meet you. I am Arvind. Seeing you first time. Happy. Priya. Hi Angela, welcome. And this is the little Manu. You're great. Sugam, no? അമ്മയോട് ഹലോ പറയൂ. Am I? Past No, it is. it's Ammai. As badate tante. Oh, it's just it's supposed to. Yeah, namaste. Please come. Come. Da varu. Ipo sugana niku. Am I waiting? Land rounding. Acha ha varu. Sugala acha. സുഖാണ്. ഈ വിളക്ക് പിടിച്ചോളൂ. നന്നായി വരും മോളെ, വരും. Right leg. അയ്യോ, ചെരുപ്പ്. ചെരുപ്പ് കുഴപ്പമില്ല, പട്ടി അടിച്ചോണ്ടു. അതുകൊണ്ടാ. Why English medium? Why not Malayalam medium? Because if you don't know English, you cannot achieve anything. No good job, no respect in the society. Oh, why so?
We all study in German at our school, and I don't have any issue with English. I even learn Malayalam. We can speak in Malayalam. നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം. Okay. I want to improve speaking in it. ആഞ്ചല, കിട്ടുന്ന സമയത്ത് മനുവിന് കുറച്ച് ഇംഗ്ലീഷ് പഠിപ്പിക്കാമോ? How funny. ഞാൻ മലയാളം പഠിച്ചു ഇവിടെ വന്നത് നിങ്ങളുടെ സംസാരിക്കാനാണ്. You all want me to speak English. നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം, പക്ഷേ മനുവിൻ്റെ കൂടെ ഓൺലി ഇംഗ്ലീഷ്. പ്ലീസ് ആഞ്ചല. Okay. താങ്ക് യു. നന്നായിട്ടുണ്ടോ? നന്നായി. ആ, ഇനിയൊരു പൊട്ടും കൂടെ. വാടി ഇങ്ങോട്ട് വന്ന് കഴിക്കേ. ആള് കൂടുതലാണേ, അതാ നിന്നെ നോക്കാൻ സമയം കിട്ടാതെ. കഴിക്കേ, വേണമെങ്കിൽ കഴിക്കടി. നമ്മുടെ നന്ദിനെ കൊടുത്തു അല്ലേ അമ്മേ? ആ കൊടുത്തു. ഇവിടെ നോക്കാൻ ആരാ? അമ്മയ്ക്ക് ഇപ്പോഴും എന്നോടുള്ള പിണക്കാൻ മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. ഏയ് അങ്ങനൊന്നുമില്ല. എനിക്കറിയാം, ഏഞ്ചല നല്ല കുട്ടിയമ്മേ. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. നമ്മുടെ കൃഷ്ണന്റെ അമ്പലത്തിൽ വെച്ച് നിന്റെ വിവാഹം നടത്തണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിനിപ്പോ എന്താ, ഇനിയാവല്ലോ. ഏഞ്ചല ഹാപ്പിയാവും. ശരിക്കും? ആ, അപ്പൊ ഞാൻ അച്ഛനോട് പറയട്ടെ? ഇതാ ഇപ്പൊ കാര്യം, ഉറപ്പായിട്ടും പറയണം. ഇതിനാണോ എന്റെ നാരായണി അമ്മ എന്നെ ഒരു ദിവസം വിഷമിപ്പിച്ചത്? ഇടുമ്പി ഒരു രാക്ഷസിയല്ലേ? അവള് മെല്ലെ അവരുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ ഇങ്ങനെ നഖം പുറത്തേക്ക് എടുത്തിട്ട് കണ്ണുരുട്ടി ചെവി ഇങ്ങനെ വിടർത്തി പതുക്കെ പതുക്കെ അവരുടെ തൊട്ടടുക്കലെത്തി. ആ മുഖം ഒന്ന് കാണണം. അപ്പൊ ആരവളെ കണ്ടാലും പേടിക്കും. ആ ഇടുമ്പി എങ്ങനെയാണെന്നോ, ഒരു മരത്തിന്റെ അത്ര പൊക്കവും എന്നാ മോൻ പറയും. അപ്പൊ കണ്ണോ? ചുമന്നിരിക്കുന്ന കണ്ണോ? അപ്പൊ പല്ലോ? പോലെ നീണ്ടിരിക്കും. അപ്പൊ നാവോ? പാഴല പോലെ നീണ്ടിരിക്കും. അപ്പൊ ചെവിയോ? ചെവി ചെവി മോറും പോലത്തെ ചെവി. ഞാനും ഇതാണ് ചൂണ്ടയിടാൻ പറ്റിയ സമയം. ഈ വെയിലൊക്കെ ഒന്ന് താന്നു വരുമ്പം മീനൊക്കെ ഒന്ന് പൊന്തി വരും. ഇത് കണ്ട, ഇതാണ് മാവ്. ഈ മാവ് വെച്ചിട്ട് മണ്ണിരയെടുത്ത് ഇങ്ങനെ ചേർത്ത് വെക്കണം. എന്നിട്ട് ഈ അറ്റത്ത് ചൂണ്ടയിൽ കോർക്കുക. മീൻ മണ്ണിടുവോ? മാത്രല്ലേ കഴിക്കുന്നേ? ഉച്ചയ്ക്ക് മോൻ എന്താ കഴിക്കുക? ചോറ്. ചോറ് മാത്രാണോ? അല്ല, അതിന്റെ കൂടെ മീൻ വറുത്തുണ്ടെങ്കിൽ ഇഷ്ടല്ലേ? പുതിയ മീൻ അല്ലേ? പിന്നല്ലാതെ. എന്നിട്ട് ഇത് ഇടുക. എത്ര നേരം? സോറി. Manu, you're here? അയ്യോ, കളിയ മുങ്ങിയില്ലോ. എന്തിനെടുക്കൂ? ഈ കുളത്തിൽ കുളിക്കുന്ന സുഖമൊന്നും വേറെ ആളിയാ. പിന്നെ പൂൾ അവിടെ കിടക്കുന്നത്, നമ്മുടെ ഈ കുളം എവിടെ? പൂള് ജർമ്മനിയിലും കുളം കേരളത്തിലും. കളിയൻ്റെ ഒരു കാര്യം. അത് വിട്, കച്ചവടം എങ്ങനെ പോളില്ല? മലയാളികൾക്ക് പിന്നെ അസുഖത്തിന് പഞ്ഞില്ലാത്തതുകൊണ്ട് തിരക്കേടില്ലാണ്ട് പോകണം. എന്നാലും മൊത്തത്തിലൊരു മ്ലാനതയാണല്ലോ അളിയ. സത്യത്തിൽ എനിക്ക് അളിയനെ കാണുമ്പോൾ അസൂയ. അതെന്ത്? ജർമ്മനി എടുത്ത് മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കണമെന്ന് വാശി പിടിക്കില്ലല്ലോ. അതില്ല, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കാറില്ല. പക്ഷേ അവരുടെയൊക്കെ വാശി അതുക്കും മേലെ അളിയാ. അതായത് എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഉടക്കിയ അപ്പം അതല്ല ഡിവോഴ്സ്. പിന്നെ നമ്മുടെ പേര് കേസായി, മൊത്തം സ്വത്ത് അവരുടെ പേര് എഴുതിയും കൊടുക്കണം. പിന്നെ ആയുഷ്കാലം കൂടെ അവരെ നോക്കും വേണം. ഇതൊക്കെ പേടിച്ചിട്ടാ ഞാൻ കേരളിയ ഒരു വരാറേ. അമ്പലല്ലേ? കുളി കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. വരുന്നില്ലേ? വരേ. അരവിന്ദേട്ടൻ എപ്പോഴും ഇങ്ങനെയാ.
ഈ അമ്പലത്തിൽ പോകാനാണ് ഈ അണിങ്ങി പോയത്. സഹിക്കാൻ. അതളിയന് ഭാര്യയെ പേടിയുള്ളതുകൊണ്ടാ. ഹണി യെസ് ഡാർലിംഗ്. പൈസ തരുന്ന. ആ, ജർമ്മനിയിലായാലും കോന്തം തന്നെയാണ്. രാമ 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 പാഹിമ രാമ 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 പാഹിമ ഹലോ ആ ട്രീസ പറയൂ. ഇല്ല ഞങ്ങള് നാട്ടിലാ. ഓ ഡേറ്റ് വന്നോ? ഇത്ര മതി കേട്ടോ. വെള്ളിയാഴ്ചയോ? എണീറ്റോളൂ. ഓ ശരി.